SIPs ലോങ് ടേമിലേക്കുള്ളതാണ്. ബട്ട് ആക്ച്വലി എന്താണ് ഈ ലോങ് ടേം എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ SIPസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു 5000 രൂപയുടെ മന്ത്ലി SIP 7 വർഷത്തേക്ക് ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. 12% CAGR. ഇവിടെ നിങ്ങൾ 7 വർഷത്തിൽ എത്ര ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും? 7 വർഷം നിങ്ങൾ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ 4,20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2,20,000 രൂപ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 6,40,000 രൂപ. ഇനി സെക്കൻഡ് കേസിൽ നമ്മളിവിടെ വീണ്ടും ഒരു 7 വർഷത്തേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു 14 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ 8,40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ 12,30,000 രൂപയുടെ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ വരുന്നത് 20,70,000 രൂപയാണ്. ഇനി തേർഡ് കേസിൽ നമ്മൾ വീണ്ടും ഒരു 7 വർഷത്തേക്കും കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അതായത് 21 വർഷത്തേക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ 12,60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് 51,15,000 രൂപയാണ്. 39,60,000 രൂപ ഗെയിൻ ചെയ്തുകൊണ്ട്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 7 വർഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ നേട്ടത്തിന്റെ 5.7% നേടി. അടുത്ത 7 വർഷത്തിൽ 25.4%. പക്ഷേ അവസാനത്തെ 7 വർഷത്തിൽ 68.9% നേടിയത്. അപ്പം ഇതിൽ കാണിക്കുന്നത് എന്താണ്? മെയിൻ നേട്ടം ഉണ്ടായത് അവസാനത്തെ 7 വർഷത്തിലാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഒക്കെ നല്ലപോലെ കയറിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് റിട്ടേൺസിന് ചാൻസ് കുറയ്ക്കാനായിട്ട് കുറഞ്ഞൊരു 10 വർഷത്തേക്ക് നിങ്ങൾ SIPയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകളും ഈ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ഒക്കെ നേടും മുമ്പാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർ റെഡീം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവർക്ക് പണക്കാരാവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പണക്കാരനാവണമെങ്കിൽ താഴെ നിങ്ങൾ SIP എന്ന് കമന്റ് ചെയ്യുക.